നാമജപം ആത്മീയവും മാനസികവുമായ ഉന്നതിയിലേക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ സംസ്കാരത്തിൽ നാമജപത്തിന് വലിയ സ്ഥാനമാണുള്ളത്. കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്ക് നാമജപമല്ലാതെ മറ്റൊരു വഴിയുമില്ല. കലോ കേശവ കീർത്തനാൽ എന്ന് കേട്ടിട്ടില്ലേ? എന്താണത്? പുരാണങ്ങൾ പ്രകാരം 4 യുഗങ്ങളിൽ അവസാനത്തേതാണ് കലിയുഗം. ധർമ്മം കുറയുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുന്ന കാലഘട്ടം. ആ സമയത്ത് മനുഷ്യർക്ക് ദീർഘനേരം ധ്യാനിക്കാനോ കഠിനമായ തപസ്സുകൾ ചെയ്യാനോ വലിയ യാഗങ്ങൾ നടത്താനോ ഉള്ള ശാരീരികവും മാനസികവുമായ ശേഷി കുറവായിരിക്കും. എന്നാൽ നമുക്ക് മുൻപുള്ള അഗസ്ത്യർ, വിശ്വാമിത്രൻ തുടങ്ങിയ ഋഷിമാരൊക്കെ കഠിനമായ തപസ്സിലൂടെ ദേവതകളെ പ്രീതിപ്പെടുത്തി ശക്തി സ്വീകരിച്ചിരുന്നവരാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കാലം മാറി. മറ്റുള്ള 4 യുഗങ്ങൾ, അതായത് കൃതായുഗം അഥവാ സത്യയുഗം, ധ്യാനത്തിനായിരുന്നു പ്രാധാന്യം. ത്രേതായുഗത്തിൽ യജ്ഞമായിരുന്നു പ്രധാനം. ദ്വാപരയുഗത്തിൽ അർച്ചനയ്ക്കായിരുന്നു പ്രാധാന്യം. എന്നാൽ കലിയുഗത്തിൽ നാമസങ്കീർത്തനത്തിനാണ് പ്രാധാന്യം. പുരാണങ്ങളിൽ നാമജപത്തിൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്ന കഥകൾ ഒരുപാടുണ്ട്. നാമജപത്തിൻ്റെ ശക്തി വ്യക്തമാക്കാൻ പറയുന്ന ഏറ്റവും പ്രശസ്തമായ കഥയാണ് അജാമിളൻ്റേത്. കന്യാകുബ്ജം എന്ന രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു അജാമിളൻ. ചെറുപ്പത്തിൽ അങ്ങേയറ്റം ഭക്തനും വിദ്വാനുമായിരുന്ന അദ്ദേഹം സാഹചര്യങ്ങൾ കൊണ്ട് വഴിതെറ്റിപ്പോവുകയും അധർമ്മിയായി മാറുകയും ചെയ്തു. തൻ്റെ കുടുംബത്തെയും ധർമ്മത്തെയും ഉപേക്ഷിച്ച അദ്ദേഹം ജീവിതകാലം മുഴുവൻ പാപകർമ്മങ്ങളിലാണ് ഏർപ്പെട്ടത്. വാർദ്ധക്യത്തിൽ അജാമിളൻ തൻ്റെ മരണശയ്യയിലായിരുന്നു. കാലദൂതന്മാർ തന്നെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്നത് കണ്ട് അദ്ദേഹം അങ്ങേയറ്റം ഭയന്നു. ആ ഭയത്തിൽ അദ്ദേഹം തൻ്റെ ഇളയ മകനെ സഹായത്തിനായി ഉറക്കെ വിളിച്ചു. മകൻ്റെ പേര് നാരായണൻ എന്നായിരുന്നു. അജാമിളൻ വിളിച്ചത് തൻ്റെ മകനെയാണെങ്കിലും മരണവെപ്രാളത്തിൽ അദ്ദേഹം ഉച്ചരിച്ച ആ നാരായണ നാമം കേട്ട് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ യമദൂതന്മാരെ തടയുകയും അജാമിളനെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു. ഒരിക്കൽ പോലും ഭക്തിയോടെ അല്ല അജാമിളൻ നാരായണനാമം ഉച്ചരിച്ചത്. വെറും ഭയത്താൽ തൻ്റെ മകനെ വിളിച്ചപ്പോൾ പോലും നാരായണ എന്ന നാമത്തിന് അദ്ദേഹത്തെ രക്ഷിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ നാം പൂർണ്ണ ഭക്തിയോടും വിശ്വാസത്തോടും നാമം ജപിച്ചാൽ അതിൻ്റെ ഫലം എത്ര വലുതായിരിക്കും. മറ്റൊരു ചെറിയ ഉദാഹരണം കൂടി പറയാം. രാമായണത്തിൽ ലങ്കയിലേക്ക് പോകാൻ ശ്രീരാമന് പോലും കല്ലുകൾ കൊണ്ട് ചിറകെട്ടേണ്ടി വന്നു. എന്നാൽ ഹനുമാൻ സ്വാമി രാമ എന്ന നാമം മാത്രം ജപിച്ചുകൊണ്ട് കടൽ ചാടിക്കടന്നു. നാമജപം എന്നത് ശബ്ദത്തിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ എന്ന് പറയാം. ഒരേ പേര് തന്നെ ആവർത്തിച്ച് ജപിക്കുമ്പോൾ മനസ്സ് അനാവശ്യമായ ചിന്തകളിൽ നിന്ന് മാറുന്നു. നമ്മുടെ മൈൻഡ് ഒരു കാര്യത്തിൽ ഫോക്കസ് ആകുന്നു. ഇത് ധ്യാനത്തിന് തുല്യമാണ്. അതുപോലെ ഓരോ അക്ഷരത്തിനും ഓരോ സ്പന്ദനങ്ങൾക്കും എനർജിയുമുണ്ട്. ഓംകാരം പോലുള്ള മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ശരീരത്തിലെ കോശങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയുന്നു. ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ തുടങ്ങിയവ. ഇതൊക്കെ കുറയാൻ നാമജപം സഹായിക്കുന്നുവെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള മാർഗങ്ങളെ അപേക്ഷിച്ച് നാമജപത്തിന് ചില സവിശേഷതകളുണ്ട്. ഒന്നാമത്തേത്, മറ്റുള്ള പൂജാവിധികളെപ്പോലെ ഒന്നുമില്ല. ജാതി മത ലിംഗഭേദമില്ലാതെ ആർക്കും ഏത് സമയത്തും എവിടെയിരുന്നും നാമം ജപിക്കാം. ഇതിന് പ്രത്യേക ആചാരമോ വിധികളോ ശുദ്ധാശുദ്ധികളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. എന്ത് ജോലി ചെയ്യുമ്പോഴും ഇഷ്ടദേവന്റെ നാമം മന്ത്രം ഉരുവിടുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഇങ്ങനെ ജപിക്കുന്നതിലൂടെ നമ്മുടെ ഉപബോധ മനസ്സിലെ മാലിന്യങ്ങൾ അകന്നു പോവുകയും ഭഗവാനോട് കൂടുതൽ അടുക്കാനുമുള്ള എളുപ്പ വഴിയാണിത്. ഈ നാമം കൊണ്ട് നമുക്ക് ചുറ്റും ഒരു രക്ഷാവലയം സൃഷ്ടിക്കുവാനും പുറത്തു നിന്നുള്ള യാതൊരുവിധ നെഗറ്റിവിറ്റികളും നമ്മിൽ എത്താതിരിക്കാനും സഹായിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ കലോ കേശവ കീർത്തനാൽ എന്ന് വച്ചാൽ കലിയുഗത്തിൽ കേശവന്റെ കീർത്തനം അഥവാ നാമജപം കൊണ്ടു മാത്രം മോക്ഷം ലഭിക്കും എന്നതാണ്.
കഠിനമായ കർമ്മങ്ങളിലൂടെ നേടാൻ കഴിയാത്ത പരമപദം വെറും നാമജപത്തിലൂടെ ഈ യുഗത്തിൽ സാധ്യമാണെന്ന് ഭാഗവതം തുടങ്ങിയ പുരാണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കലുഷിതമായ ഈ കാലഘട്ടത്തിൽ മനസ്സിനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുവാനും സമാധാനം കണ്ടെത്താനും നാമജപം ഒരു ലിഫ്റ്റ് പോലെ പ്രവർത്തിക്കുന്നു. ഗോപികമാർ കൃഷ്ണനാമം ജപിച്ചതുപോലെ ഹൃദയം തുറന്നുള്ള വിളി ഭഗവാൻ വേഗത്തിൽ കേൾക്കുമെന്നാണ് ഈ തത്വം നമ്മെ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, അറിഞ്ഞോ അറിയാതെയോ ഒരു കനൽ കഷ്ണത്തിൽ തൊട്ടാൽ പൊള്ളുന്നത് പോലെ അറിഞ്ഞോ അറിയാതെയോ ജപിക്കുന്ന നാമവും അതിൻ്റെ ഗുണം ചെയ്യും എന്നതിനുദാഹരണമാണ് അജാമിളൻ്റെ ചരിത്രം. തിരക്കേറിയ ഈ ലോകത്ത് ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും നാമം ജപിക്കാൻ മാറ്റിവെക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.